ഇപ്പം എനിക്കായാലും കൂടി നമ്മൾക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു ഇടപെടലും എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കാം എനിക്ക് ലേഡീസിനോട് റെസ്പെക്റ്റ് ഇത്തിരി കൂടുതലാണ്. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും ചേച്ചിമാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഭയങ്കര അവര് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതും വളരെ ഈക്വലായിട്ട് അവർക്ക് എന്തും എൻ്റെ അടുത്ത് പറയാം. ഞാൻ എനിക്കും അവരുടെ അടുത്ത് എന്തും പറയാത്ത രീതിയിലാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത ഡൽഹിയിലത്തെ ഹോസ്പിറ്റലായാലും, ഞാനിപ്പോൾ ആലുവയിൽ കാരത്തുള്ളി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഉം. അവിടെ ആയാലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായാലും തന്നെയും ഒരുപാട് എന്താ പറയുക സിസ്റ്റേഴ്സും അത്രയ്ക്കും ഞങ്ങൾ അത്ര ഇൻട്രാക്റ്റീവാണ്. കാരണം ഒരു 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 ലേഡീസിന് പറയാൻ പറ്റാത്ത കാര്യം എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്ലോസ് ആയതുകൊണ്ടായിരിക്കാം. ഉം. അല്ലേ? ഉം. അപ്പം അത്രയും റെസ്പെക്റ്റോട് കൂടി നിന്നുകൊണ്ടായിരിക്കാം അത് നമ്മുടെ അടുത്ത് പറയുന്നത്. ആ ഒരു റെസ്പെക്റ്റ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടവും താനും. എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങള് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നല്ല അയ്യോ അല്ല. പറയുന്നത് കേട്ടോ. ആണുങ്ങള് നല്ല ആൾക്കാർ എത്രയോ പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നമുക്കൊരു മെയിൽ ഫീമെയിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും 50-50 ആണ്. രണ്ടിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട്. ഉം, ഉം, ഇല്ലേ? ഉം. അതിൽ ചോദിച്ചപ്പോഴാണ് ഈ നേഴ്സ് ആയതുകൊണ്ട് കേട്ടോ ചോദിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ആമ്പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറയും ഭാര്യയുടെ ഡെലിവറി കണ്ടതോടുകൂടി അമ്മയോട് ഭയങ്കര സ്നേഹമായെന്ന് പറയും. ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. അയ്യോ എനിക്ക് അമ്മയോടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. പക്ഷേ ഇപ്പം നേഴ്സും കൂടെയാണ്. ഡെലിവറി എടുത്തിട്ടുണ്ടോ? ഇല്ലില്ല. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉം. നമുക്ക് ബാംഗ്ലൂർ PHC ആയിരുന്നു. ഓ. അപ്പോൾ PHC ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡെലിവറീസും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഉം. LSES ഒക്കെ കാണാൻ പറ്റും. ഉം.